ഹായ് ഓൾ. ഇന്ന് എളുപ്പത്തിലൊരു ഓറഞ്ച് ജാം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഇപ്പൊ ജാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോയിലും കൂടുതൽ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ തോടൊക്കെ കളഞ്ഞു വരുമ്പോഴേക്കും അളവ് കുറയും. അപ്പൊ ഞാൻ തോടൊക്കെ പൊളിച്ച് കഴിയുമ്പോഴേക്കും എന്തോരം ഉണ്ട് എന്ന് പറഞ്ഞുതരാവേ. പിന്നെ ഞാൻ ഓറഞ്ചിന്റെ എല്ലാം തോടൊക്കെ പൊളിച്ച് കുറച്ച് ഓറഞ്ച് എടുത്ത് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ അല്ലിയാക്കി വെച്ചിട്ടുണ്ട്. സ്കിന്നും കുരുവെല്ലാം മാറ്റിക്കളഞ്ഞതാണേ. പിന്നെ ഒരു ഓറഞ്ചിന്റെ തോടും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ തോടെടുക്കുമ്പോഴേക്കും ഈ ഉള്ളിലുള്ള വെള്ള പോഷൻ കളഞ്ഞിട്ട് ഇതേപോലെ ക്ലീൻ ആക്കിയും കൂടി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത ഓറഞ്ചിന്റെ തോട് തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് ഈ ഒരു വെള്ള പോഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുത്താൽ മതി. നല്ല പഴുത്ത ഓറഞ്ചിന്റെ മാത്രം തോടെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഓറഞ്ചിന്റെ തോടെടുക്കുമ്പോഴേക്കും നന്നായിട്ട് കഴുകി തന്നെ എടുക്കാൻ നോക്കുക. അത് ഇത്രയും ഓറഞ്ചിന്റെ തൊലിയുടെ ആവശ്യമുള്ളൂ. ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഓറഞ്ചിന്റെ തോടിട്ട് കൊടുക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതുകൊണ്ട് മാത്രം എടുത്തോന്നേ ഉള്ളൂ. പിന്നെ ഇത് എന്തോരം ഉണ്ടെന്ന് ഞാൻ അളന്ന് കാണിച്ചു തരാം. അതിനനുസരിച്ച് വേണം നമുക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ജാം റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ അളന്നെടുക്കുന്നത്. ജ്യൂസ് അടിക്കുമ്പോഴേക്കും ഒട്ടും വെള്ളം ഇല്ലാണ്ട് തന്നെ ജ്യൂസ് ആക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ കുറേ ടൈം എടുത്തിട്ട് ജാം റെഡി ആയിട്ട് വരത്തുള്ളൂ. ഒട്ടും വെള്ളം ഇല്ലാണ്ട് തന്നെ ജ്യൂസ് ആക്കി എടുക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓറഞ്ച് ഇടുന്നത് ജാമിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. പിടക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ചിന്റെ അല്ലിയും ഓറഞ്ചിന്റെ തോടും ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് മൊത്തത്തിൽ ഇപ്പോൾ 1/2 കിലോനുണ്ട്. ഞാൻ 1/2 കിലോ തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുവാണേ. അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് ഇത്രയും തന്നെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ പുളി ഓവറായിട്ട് നിൽക്കും. ഇപ്പൊ ജാമല്ലേ, കുറച്ച് മധുരമൊക്കെ വേണ്ടേ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ മധുരം ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയിട്ടെടുക്കാൻ നോക്കുക. ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ സാധാരണ പാത്രം എടുക്കുന്നെങ്കിൽ നന്നായിട്ട് തന്നെ ഇളക്കി പറ്റിച്ചെടുക്കാൻ നോക്കുക. അപ്പൊ ഇത് ജ്യൂസ് നന്നായിട്ട് തന്നെ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനും ടേസ്റ്റിനുമായിട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 3 കഷ്ണം ഏലക്ക, 2-3 കഷ്ണം കറിയാമ്പൂ, ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് ഫ്ലേവറിനും ടേസ്റ്റിനും മാത്രമല്ല ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് കൂടിയാട്ടോ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നത് ജാം പെട്ടെന്നൊന്നും കേടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയിട്ടെടുക്കണം. പിന്നെ നിങ്ങൾ ജാം റെഡിയാക്കാൻ എടുക്കുന്ന പാത്രം കുറച്ച് വലിപ്പത്തിൽ എടുക്കുന്നതായിക്കോട്ടെ നല്ലത്. ജ്യൂസ് തിളച്ച് വരുമ്പോൾ ചിലപ്പോൾ പൊങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് വലിപ്പമുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്നൊന്നും തിളച്ച് പൊങ്ങി പോകത്തില്ല. പിന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും പെട്ടെന്നൊന്നും പൊങ്ങിയും പോകത്തില്ല കേട്ടോ. അപ്പൊ ജാം റെഡിയാക്കുമ്പോഴേക്കും ഇട്ടിട്ട് പോകരുത്, നിന്ന് തന്നെ ഇളക്കി റെഡിയാക്കി എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ അടുക്കി പിടിച്ച് പോകാണ്ടിരിക്കാനും ശ്രദ്ധിക്കണേ. അപ്പൊ ഇളക്കി നന്നായിട്ട് തന്നെ ജ്യൂസ് ഒന്ന് കുറുക്കിയിട്ടെടുക്കാം. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അതേ നമ്മളുടെ ജാം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം എല്ലാം പൊട്ടി നല്ല കുറുകി നല്ല പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും കുറുകി വരുമ്പോഴേക്കും വെള്ളം പൊട്ടാൻ തുടങ്ങും. അപ്പോഴേക്കും ഫേസിലേക്കൊന്നും വീഴാണ്ട് ശ്രദ്ധിക്കണേ. ഇത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോഴേക്കും ഒരു 1 സ്ട്രെയിൻ കൺസിസ്റ്റൻസി വരുവാണെങ്കിൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പാകം. ഇനിയും ഒരുപാട് നേരം വെച്ചിട്ട് കുറുക്കി എടുക്കുവാണെങ്കിൽ ഒരു കീല് പോലത്തെ പരിവാവും. നമുക്ക് ജാം ആയിട്ട് പിന്നെ യൂസ് ചെയ്യാനേ പറ്റത്തില്ല. ഈ ഒരു 1 സ്ട്രെയിൻ കൺസിസ്റ്റൻസി തന്നെ ധാരാളമാണ്. ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവേ. ഇനി ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും കുറുകി പോവും. ഇനി തീ ഓഫ് ചെയ്താലും കൈവിടാണ്ട് തന്നെ കുറച്ചു നേരം ഇളക്കി ആ ഒരു പാത്രത്തിന്റെ ചൂട് മാറുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാവേ. അല്ലെങ്കിൽ പിന്നെയും കുറുകി പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു തണുത്ത പാത്രത്തിൽ വെച്ച് കൂളാക്കി എടുത്താലും മതിയാവും. അപ്പൊ ഇതേ നമ്മളുടെ ഓറഞ്ച് ജാം എളുപ്പത്തിൽ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓറഞ്ച് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ഇതേപോലെ ജാമൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ നാള് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതേപോലത്തെ ഒരു നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിക്കോട്ടോ. താങ്ക് യു.